ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വിജീഷ് ഫാമിലി. അപ്പോൾ അതാണ് നമ്മൾ ബീഫൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. എന്ത് ചെയ്യാൻ പോകുന്നല്ലേ, കറിയല്ല കേട്ടോ. നമ്മൾ ബീഫ് വെച്ച് അച്ചാറിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കറി വെക്കാനായിട്ട് എടുത്തതിൻ്റെ ബാലൻസ് ബീഫ് വെച്ചാൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുക്കറിനകത്തോട്ട് എടുത്ത് വെച്ചേക്കുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് ബീഫ് അച്ചാറിട്ടിട്ടില്ല. ബീഫ് നല്ല ഞാൻ മീൻ മാത്രമേ അച്ചാറിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ബീഫ് എല്ലാവരും പറഞ്ഞേക്കാം ബീഫും ചിക്കനും ഒക്കെ അച്ചാറിട്ടാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും കറി വെക്കുന്നതിനകത്ത് കുറച്ചെടുത്ത് മാറ്റി വെച്ചു. അതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു. അത്യാവശ്യം നല്ല വേവുണ്ടായിരുന്നു ബീഫിന്. അപ്പോൾ ഞാനൊരു 6-7 വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിനകത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി, പിന്നെ അതിനാവശ്യത്തിന്, അതായത് ബീഫ് വറുത്തെടുക്കാൻ ആവശ്യമുള്ള എല്ലാ പൊടികളും, പിന്നെ കുറച്ച് ഗരം മസാല. അപ്പോൾ ഇത്ര ഇട്ടിട്ട് നമ്മളിതിനകത്ത് വെള്ളം ചേർക്കാനേ പാടില്ല. നമ്മളതിനകത്തോട്ട് വിനാഗിരി ചേർത്തിട്ടാണ് നമ്മൾ ഈ ബീഫ് കുഴയ്ക്കാൻ എടുത്ത് വെക്കുന്നത്. നമ്മൾ ഈ വിനാഗിരി മാത്രം ചേർക്കണമെന്ന് പറഞ്ഞത് നമ്മളതിനകത്ത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ബീഫൊക്കെ അല്ലയോ അത് കേടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളതുകൊണ്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ വിനാഗിരിക്കകത്താണ് ഇത് കുഴച്ചെടുത്തത്. ഒരു വെള്ളത്തിന് എന്തെങ്കിലും കുറവ് നമുക്ക് തോന്നിയാൽ പോലും വിനാഗിരി വെച്ച് എടുക്കുന്ന, അല്ലാതെ വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, അല്ലാതെ വെള്ളം തൊടുകയും ചെയ്യരുത്. അപ്പോഴത്തേക്ക് നമ്മളെ ബീഫെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അതിനൊക്കെ ബീഫിനകത്തും നമ്മൾ വേവിച്ച് കഴിയുമ്പം അതിനകത്തും നല്ല അത്യാവശ്യത്തിന് നല്ല വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് നല്ലോണം പിഴിഞ്ഞ് ഞാൻ പിന്നെ ആ കുക്കറിനകത്ത് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആ മാറ്റി വെച്ചേക്കുന്ന നമ്മൾ ആ മിക്സിനകത്തോട്ട് ഈ ബീഫ് നമ്മൾ തട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ആദ്യമേ കുറച്ച് ഇതിനകത്ത് ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ടായിട്ട് നമ്മൾ മിക്സിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഉപ്പിടുമ്പം എന്തോരം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യമേ ബീഫ് വേവിക്കുന്ന സമയത്ത് ഉപ്പിടുന്നുണ്ട്. നമ്മൾ ഈ മിക്സ് കുഴയ്ക്കുന്ന സമയത്തും അത് ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപ്പിട്ടാൽ മതി. അതിനുശേഷം നമ്മളിനി അത് ചെയ്യാൻ പോകുന്നത് ഇത് വറുത്ത് കോരി എടുക്കുകയാണ് വേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വെന്തതാണല്ലോ, ബീഫ് വെന്തയാണ്. അപ്പോൾ നമുക്ക് ആ ചെറിയ എണ്ണയ്ക്കകത്ത് കിടന്ന് വേവാനുള്ളത് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്കിനി അത് വേവിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ദാണ്ടെ വേദക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് പച്ചയത്, ഇത് തിന്നാൻ പറ്റത്തില്ല. ഇതേ പൊരിക്കണം. ഇത് പൊരിച്ചിട്ടേ കേട്ടോ, പൊരിച്ചിട്ടേ പൊന്നിന് തരാതെ. വേറെ കഴിക്കുമല്ലോ, വേറെ പാപ്പ തിന്നോ? അമ്മ തരാലോ. ഇതേ നമുക്ക് പൊരിച്ചിട്ട് ഇതിപ്പോൾ തിന്നാൻ പറ്റത്തില്ല. ഇത് ഈ മസാല തേച്ച് വെച്ചേക്കുവാ. അതുകൊണ്ട് നമ്മൾ ചട്ടിയിലിട്ടിരുന്ന ബീഫ് ഒന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയുടെ ഇട്ട് കൊടുത്ത് വെയിറ്റ് ചെയ്തതാണ്. നമ്മൾ ബീഫ് ഏകദേശം മസാല എല്ലാം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മണമുണ്ടോ? നല്ല മണമുണ്ടോ? ബ്ലാബോ സൂപ്പറാണോ? കൊള്ളാമോ? മതി, അത്രയും നോക്കിയാൽ മതി. ഓ വേവട്ടെ, നല്ലോണം വേമ്പ പൊന്നിന് തരാം കേട്ടാ. കൊള്ളാമോ? സൂപ്പറാണോ? കൊള്ളു. അപ്പോൾ അതാണ് നമ്മൾ ബീഫ് നല്ലോണം വെന്ത് എല്ലാം നമ്മളത് മാറ്റി വെച്ചു. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് വേറൊരു പാത്രം എടുത്ത് വെക്കണം. അതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ, അതായത് നമ്മൾ ബീഫിനകത്ത് വെളിച്ചെണ്ണ, നമ്മൾ വറുത്തതിനകത്തും ബാക്കി വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് നല്ലോണം പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ തന്നെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇനി അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അത് മിക്സ് ചെയ്യണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം വാടുന്ന വരെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക്
ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അത് നല്ലോണം ഇളക്കി കൊടുക്കണം. കാരണം എണ്ണയും കുറവാണ്, അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല, അതായത് ഒരു പാത്രത്തിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു മുളക് പൊടി ശകലം, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, എരിയില്ലാത്ത മുളക് പൊടിയാണ്. അപ്പം മുളക് പൊടി, പിന്നെ നമ്മളുടെ ഗരം മസാല, പിന്നെ ഒരു കുറച്ച് മാത്രം കുരുമുളക് പൊടി, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റിനകത്തോട്ട് ഇത് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ, കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് വിനാഗിരിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. മുമ്പേ പറഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുത്ത് അത് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിക്കാം. പിന്നെ ഗ്യാസ് സ്റ്റൗ ഓണാക്കിയിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ബീഫ് ഉണ്ടല്ലോ, നമുക്കത് അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കണം. നമ്മളവിടെ വറുത്ത് വെച്ചേക്കുന്നതിനകത്ത് അത്യാവശ്യം വെളിച്ചെണ്ണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അതനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നേ ഉള്ളെന്ന്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല നല്ലോണം ഇളക്കി കൂട്ടി. അപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം നമ്മൾ അച്ചാർ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെയാണോ അച്ചാർ വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മീനച്ചാർ എങ്ങനെയാണോ ഇടുന്നത് അതിനകത്ത് മസാല ഇടത്തില്ല, ബാക്കിയെല്ലാം സെയിം ആയിട്ടാണ് ഇടുന്നത്. അതനുസരിച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ യൂട്യൂബിനകത്തൊന്നും ഞാൻ നോക്കിയില്ല, കാരണം ഞാൻ യൂട്യൂബിനകത്ത് നോക്കിയാലും എൻ്റെ രീതിക്ക് തന്നെ ആയിരിക്കും അവസാനം ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കാൻ പോയിട്ടില്ല. ഞാൻ മീനച്ചാർ ഉണ്ടാക്കുന്ന അതേ ഫോർമാറ്റിൽ തന്നെ ഉണ്ടാക്കിയത്. മസാല ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ആ ചട്ടിക്കകത്തിരുന്ന അതിൻ്റെ പൊടികളെല്ലാം കൂടി ഉണ്ടായിരുന്നു, അതുകൂടിയൊക്കെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയിൽ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നമ്മളെ ബീഫ് അച്ചാർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒത്തിരി നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ബീഫും ചിക്കനും ഒക്കെ ഇങ്ങനെ അച്ചാറിട്ട് നോക്കണമെന്ന്. അപ്പോൾ ഇന്ന് മേടിച്ചപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. അങ്ങനെ നമ്മളെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് എൻ്റെ പരീക്ഷണ വസ്തുവാണ് ദാ ഈ ഇരിക്കുന്നത്. എന്ത് ഞാൻ സാധനം ഉണ്ടാക്കിയാലും പരീക്ഷിക്കുന്ന ആൾ. കാരണം ചേട്ടൻ എന്തെങ്കിലും പറയും, എനിക്ക് തന്ന് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രം ഇനി മറ്റുള്ളവർക്ക് നീ കൊടുത്താൽ മതി എന്ന് പറയും. അതുകൊണ്ട് ആദ്യമേ ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് കൊടുത്തു. കുറ്റമൊന്നും പറഞ്ഞില്ല, കൊള്ളാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തോ ഉണ്ടാക്കി കൊടുത്താലും കൊള്ളാത്ത സാധനമാണെങ്കിൽ മുഖത്ത് നോക്കി അത് കൊള്ളത്തില്ലെന്ന് തന്നെ പറയും. അതുകൊണ്ട് ഏട്ടൻ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ആത്മവിശ്വാസം വരും, കൊള്ളാം എന്ന് എനിക്കൊരു തോന്നലും വരും. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളായിരുന്നു നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ ബൈ.